Dear students, നമ്മളിപ്പോൾ ഒരു 1 മന്തായി നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് അപ്പോൾ ഇതുവരെ എടുത്ത പോർഷൻസൊക്കെ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി വേരിയബിൾസ് എന്താണ്, ദെൻ അതിനകത്ത് പൈത്തണിൽ യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ഐഡൻറ്റിഫയേഴ്സ് എന്താണ്, ഇതൊക്കെ പഠിച്ചു. അങ്ങനെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡാറ്റ ടൈപ്സ് എന്താണ്. അപ്പോൾ പൈത്തൺ ഡാറ്റ ടൈപ്സ് ഈ ഒരു വീഡിയോയിൽ സ്പെസിഫൈ ചെയ്യുന്നത് നമ്പർ, ലിസ്റ്റ്, ടപ്പിൾ, സ്ട്രിങ്സ്, ബൂളിയൻ, ഡിക്ഷണറി, സെറ്റ്സ്, ഇത്രയും ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോനകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റാൻഡേർഡ് ഡാറ്റ ടൈപ്സ്. സ്റ്റാൻഡേർഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡാറ്റ അല്ലേ? അതായത് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഡാറ്റയുടെ ടൈപ്പ് എന്താണ്. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആ ഡാറ്റയുടെ എല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു അതിൻ്റെ പ്രോപ്പർട്ടീസിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയുടെ മെയിനായിട്ടുള്ള ഫീച്ചറിനനുസരിച്ച് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പൈത്തണിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന മെയിനായിട്ടുള്ള 6 ഡാറ്റ ടൈപ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ന്യൂമറിക്, ലിസ്റ്റ്, ടപ്പിൾ, സ്ട്രിംഗ്, സെറ്റ് ആൻഡ് ഡിക്ഷണറി. ദെൻ അഡീഷണൽ ഒരു ബൂളിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ടൈപ്പ് കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഡാറ്റ മെമ്മറിനകത്ത് ഏത് രീതിയിൽ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഡാറ്റ ടൈപ്പ് കൊണ്ട് സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡാറ്റ ടൈപ്പായ ന്യൂമറിക് ഡാറ്റ ടൈപ്സിലേക്ക് പോകാം. ന്യൂമറിക് ഡാറ്റ ടൈപ്പ്. ന്യൂമറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ നമ്പേഴ്സ്. അപ്പം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സ് വരാം, ഫ്രാക്ഷണൽ പാർട്ടുള്ള ഫ്ലോട്ടിംഗ് വാല്യൂസ് ആവാം, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പം ന്യൂമറിക് വാല്യൂസിനെ, അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റയാണ് ന്യൂമറിക് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂമറിക് ഡാറ്റ ടൈപ്പിനെ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീജേഴ്സ്, ദെൻ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ആൻഡ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇതിൽ ഇൻറ്റീജേഴ്സ്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആൻഡ് കോംപ്ലക്സ് നമ്പറിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തണിനകത്ത് ക്ലാസ്സസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൈത്തണിൽ ഇൻറ്റീജർ വാല്യൂവിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ് എന്ന് പറഞ്ഞിട്ട്, ഫ്ലോട്ടിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്, ദെൻ കോംപ്ലക്സിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലക്സ് ക്ലാസ്സും യൂസ് ചെയ്യും. അപ്പോൾ ദെൻ നമുക്ക് ന്യൂമറിക് ഡാറ്റ ടൈപ്പിൽ ഇൻറ്റീജർ വാല്യൂസ് എന്ന് നോക്കാം. ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഹോൾ നമ്പർ. അതായത് എ നമ്പർ വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ടാണ് എന്ത് ഇൻറ്റീജർ വാല്യൂ എന്ന് പറയുന്നത്. ഇൻറ്റീജേഴ്സ് ക്യാൻ ബി ഓഫ് എനി ലെങ്ത്, ഇറ്റ് ഈസ് ഓൺലി ലിമിറ്റഡ് ബൈ ദ മെമ്മറി അവൈലബിൾ. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി മാത്രമാണ് ആ ഇൻറ്റീജേഴ്സിൻ്റെ ഇൻറ്റീജർ നമ്പേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സി ലാംഗ്വേജിൽ ഓൾറെഡി പഠിച്ചൊരു സി ലാംഗ്വേജിനകത്ത് നമ്മൾ പറയുന്നത് ഇൻറ്റീജർ വാല്യൂവിന് വേണ്ടിയിട്ട് 2 ബൈറ്റ്സ് യൂസ് ചെയ്യുന്നു. മെമ്മറി കംപ്ലീറ്റ് മെമ്മറി യൂസ് ചെയ്യുന്നില്ല, എന്തുമാത്രം യൂസ് ചെയ്യുന്നത് 2 ബൈറ്റ്സ് ആണ്. അപ്പോൾ ഈ 2 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്ന ഹയസ്റ്റ് വാല്യൂ 2⁻16-1 ആയിരുന്നു. അതായത് 3277 ആയിരുന്നു ഹയസ്റ്റ് വാല്യൂ. ഇവിടെ ഇൻറ്റീജർ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു ലിമിറ്റ് പറയുന്നില്ല. 32767 എന്ന് പറയുന്ന ഒരു ലാർജസ്റ്റ് വാല്യൂ വരെയല്ല, അതിനേക്കാൾ വലിയ വാല്യൂസ് നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും, പൈത്തണിൻ്റെ ഇൻറ്റീജർ നമ്പേഴ്സിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഈ പൈത്തൺ നമ്പേഴ്സിനെ ഇൻറ്റീജർ വാല്യൂവിനെ തന്നെ നമ്മൾ നോർമൽ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ വാല്യൂസാണ്, അതായത് ബേസ് 10 ആയിട്ടുള്ള വാല്യൂസാണ്. അപ്പം പ്ലസ് നമുക്ക് പൈത്തണിനകത്ത് ഡെസിമൽ വാല്യൂവിനെ പോലെ തന്നെ നമുക്ക് എന്തുകൂടി റിപ്രസെൻ്റ് ചെയ്യാം, ബൈനറി, ഒക്ടൽ ഓർ ഹെക്സാഡെസിമൽ വാല്യൂസിനെ നമുക്ക് റിപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ബൈനറി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, ബേസ് 2 ആയിട്ടുള്ള നമ്പേഴ്സിനാണ് ബൈനറി വാല്യൂസ് എന്ന് പറയുന്നത്. ഒക്ടൽ ആണെങ്കിൽ ബേസ് 8 ആണ്, ഹെക്സാഡെസിമൽ ആണെങ്കിൽ ബേസ് 16 ആണ്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ ഇപ്പോൾ നമുക്കൊരു ജസ്റ്റ് 1 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഒക്ടലിൽ വരാം, ഹെക്സാഡെസിമലിൽ വരാം, ബൈനറിയിൽ വരാം, ഡെസിമലിൽ വരാം. അപ്പോൾ ഇൻ്റർപ്രറ്ററിന് അത് ഐഡൻറ്റിഫൈ ചെയ്യണം വിച്ച് ടൈപ്പ് ഓഫ് വാല്യൂ, അതായത് വിച്ച് കാറ്റഗറി, ബൈനറി ആണോ, ഒക്ടലാണോ, ഹെക്സാഡെസിമൽ ആണോ, ഓർ ഇറ്റ് ഈസ് എ ഡെസിമൽ നമ്പർ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു പ്രിഫിക്സ്, അതായത് നമ്മുടെ നമ്പേഴ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു വാല്യൂ ആഡ് ചെയ്യുന്നു. അപ്പോൾ ബൈനറി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ OB ഓർ ക്യാപിറ്റൽ 0B ഓർ ക്യാപിറ്റൽ ലെറ്റർ 0B. OB അല്ല 0B ആണ്.
ദെൻ നമുക്ക് ഒക്ടലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 0 ഓയും അല്ലെങ്കിൽ 0 ക്യാപിറ്റൽ ലെറ്റർ ഒ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഹെക്സാഡെസിമൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 0x ഓർ ക്യാപിറ്റൽ ലെറ്റർ 0x ഇതാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സിനെ റിപ്രസെൻ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. പ്രിൻറ്റ് 0p 1101011 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 107 ആയിരിക്കും. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ വാല്യൂ ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ x ഈക്വൽ ടു 0b 101 ദെൻ പ്രിൻ്റ് x നമുക്ക് കിട്ടിയിരിക്കുന്ന 10, അതായത് ഡെസിമൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ x ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 10 എന്നായിരിക്കും. ദെൻ നെക്സ്റ്റ് ഒക്ടൽ വാല്യൂ നോക്കണമെങ്കിൽ ഒക്ട് ഈക്വൽ ടു ഒക്ടലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് 0o ആണ്. 0a 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ വാല്യൂയിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും വാല്യൂ ഉണ്ടാവുക? 2 × 8⁻1 + 3 × 8⁻0 അല്ലേ? അപ്പോൾ 16 + 3 എന്ന് പറഞ്ഞാൽ 19 എന്നുള്ള ആൻസർ കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. OCT നമുക്ക് 19 എന്നുള്ള വാല്യൂ ആണ് ഗെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒക്ട് പ്ലസ് എക്സ് ഒക്ടും എക്സും കൂടെ ആഡ് ചെയ്തപ്പോൾ 29 എന്ന് കിട്ടി. ഒക്ടൽ വാല്യൂ എക്സിനകത്ത് ഉണ്ടായിരുന്നത് ബൈനറി വാല്യൂ ആണ്. അത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 29 എന്നുള്ള വാല്യൂവിലേക്ക് ഗെറ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഹെക്സാഡെസിമലാണ് ചെയ്യേണ്ടതെങ്കിൽ ഹെക്സ ഈക്വൽ ടു 0x എന്ന് കൊടുക്കുക. ഹെക്സാഡെസിമൽ ഒരു വാല്യൂ ആണ് F001. F001 എന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ആ വാല്യൂ എന്താണ്, ഡെസിമൽ വാല്യൂ എന്താണെന്ന് നോക്കാം. ഹെക്സയുടെ അപ്പോൾ കണ്ടിരിക്കുന്നു എത്രയാണ്? 61,441. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഇൻഡിജറിൽ എങ്ങനെയാണ് വാല്യൂസ് കൊടുക്കുന്നതെന്നുള്ളത് മനസ്സിലായില്ലേ? നമുക്ക് ബൈനറി നമ്പേഴ്സിന് ഒരിക്കൽ കൂടി ഓർക്കുക. ബൈനറി ആണെന്ന് കാണിക്കാൻ 0bയും ഒക്ടൽ ആണെന്ന് കാണിക്കാൻ 00oയും ദെൻ ഹെക്സാഡെസിമൽ ആണെന്ന് കാണിക്കാൻ 0xും അതിന് പ്രിഫിക്സ് ആയിട്ട് ആഡ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് ഫ്ലോട്ട് നമ്പേഴ്സ്. ഫ്ലോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ എനി റിയൽ നമ്പർ വിത്ത് എ ഫ്ലോട്ടിംഗ് പോയിന്റ് റിപ്രസെൻറ്റേഷൻ. അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് റിപ്രസെൻറ്റേഷനുള്ള ഫ്രാക്ഷണൽ പാർട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏതൊരു നമ്പറിനെയും നമ്മൾ പറയുന്നത് ഫ്ലോട്ട് നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഹോൾ പാർട്ട് ദെൻ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് വാല്യൂസ് കൂടി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പറയുന്നത് നമ്മൾ പൈത്തണിലാണെങ്കിൽ ഡെസിമൽ പോയിന്റിന് ശേഷം നമുക്ക് മാക്സിമം 15 നമ്പേഴ്സ് വരെ യൂസ് ചെയ്യാം. അതായത് എ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ഈസ് അക്യുറേറ്റ് അപ് ടു 15 ഡെസിമൽ പ്ലേസസ്. 15 ഡെസിമൽ പ്ലേസസ് വരെ നമുക്ക് റിപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇൻറ്റീജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ ഡെസിമൽ പോയിൻറ്റ്സ്. അതായത് ഇൻറ്റീജർ വാല്യൂവിനെയും ഫ്ലോട്ടിംഗ് വാല്യൂവിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഡെസിമൽ പോയിന്റ് ഉപയോഗിച്ചിട്ടാണ്. 1 ഈസ് എൻ ഇൻറ്റീജർ ആണെങ്കിൽ 1.0 എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിന് നിങ്ങൾക്ക് അറിയാം. സിയിൽ നമ്മൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിരുന്ന വരും. അപ്പോൾ പൊതുവേ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് പ്രൈസ്, ആവറേജ്, പെർസെൻറ്റേജ് ഇങ്ങനെയൊക്കെയുള്ള വാല്യൂസിനെ റിപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഫ്രാക്ഷണൽ പാർട്ടോട് കൂടിയിട്ടുള്ള നമ്പറിനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എ നമ്പർ വിത്ത് എ റിയൽ ആൻഡ് ഇമാജിനറി കമ്പോണൻറ്റ്. ഒരു നമ്പറിനകത്ത് റിയൽ പാർട്ടും അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടും ഉള്ള നമ്പറിനെയാണ് എന്ത് പറയുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാത്സിലെ കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ജനറൽ ഫോമാറ്റ് എന്ന് പറയുന്നത് x+yj എങ്ങനെ പറയാം, അല്ലെങ്കിൽ a+bi എന്ന് പറയാം. അപ്പം ഇതിൽ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന വാല്യൂസ്, എക്സ് ആൻഡ് വൈ വാല്യൂസ് ഫ്ലോട്ട് വാല്യൂസാണ്.
ആൻഡ് ജെ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ്. ഒരു എക്സാമ്പിൾ 10 + 6j. 10 + 6j എന്ന് പറഞ്ഞാൽ 10 + 6 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്നാണ് മീനിങ്. ദെൻ നെക്സ്റ്റ് ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ നിങ്ങൾ ഓൾറെഡി സിയിൽ പഠിച്ചിട്ടുണ്ടാവും, ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ടൈപ്പ് കൺവേർഷൻ സിയിലുള്ളതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് കൺവേർട്ട് ചെയ്യാം. ഇൻറ്റീജറിനെ ഫ്ലോട്ടായിട്ടും ഫ്ലോട്ടിനെ ഇൻറ്റീജറായിട്ടും ഇൻറ്റീജറിനെ കോംപ്ലക്സ് നമ്പറിലേക്കും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈപ്പ് കൺവേർട്ട് ചെയ്യുന്ന ഓരോ ഓപ്പറേഷന് കൊറേഷൻ എന്നാണ് പറയുന്നത്. ദെൻ ഓപ്പറേഷൻ ലൈക്ക് എഡിഷൻ, സബ്സ്ട്രേഷൻ എക്സെട്ര ആർ, അതായത് ഫ്ലോട്ട് നമ്മളൊരു ഫ്ലോട്ട് വാല്യൂവില്ല എഡിഷൻ സബ്സ്ട്രേഷനും ഒക്കെ ഫ്ലോട്ട് വാല്യൂ ആൻഡ് ഇമേജിനറി വാല്യൂ ചെയ്യുകയാണെങ്കിൽ ഇംപ്ലിസിറ്റായിട്ട് അവർ ഓട്ടോമാറ്റിക്കലി അത് എന്തിലേക്ക് ചേഞ്ച് ചെയ്യും, ഫ്ലോട്ട് വാല്യൂയിലേക്ക് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഒരു ഇൻറ്റീജർ വാല്യൂം ഒരു ഫ്ലോട്ട് വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റീജറും ഫ്ലോട്ടും കൂടി ഒരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ റിസൾട്ട് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഒരു ഫ്ലോട്ട് വാല്യൂ ആണ്. ഇത് നമ്മൾ ടൈപ്പ് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ടൈപ്പ് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് അല്ലാതെ നമുക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് വാല്യൂവിനെ ടൈപ്പ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓർ ഫ്ലോട്ട് ഓർ കോംപ്ലക്സ്, ഈ ഒരു ഫങ്ഷൻസ് ഇൻറ്റ് ഫംഗ്ഷൻ, ഫ്ലോട്ട് ഫംഗ്ഷൻ ഓർ കോംപ്ലക്സ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ടൈപ്പ് കൺവേർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഈവൻ സ്ട്രിങ് വാല്യൂസിന് വേണമെങ്കിൽ നമുക്ക് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. വെൻ കൺവേർട്ട് ചെയ്യുക, അതായത് ഫ്ലോട്ട് വാല്യൂ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഫ്രാക്ഷണൽ പാർട്ട് ട്രങ്കേറ്റ് ചെയ്യപ്പെടും. അതായത് ഇപ്പോൾ നമ്മൾ 2.34 എന്നുള്ളൊരു വാല്യൂവിനെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം 2 എന്നുള്ള വാല്യൂ മാത്രമേ ഇൻറ്റീജറിലേക്ക് വരുള്ളൂ. 0.34 എന്നുള്ളത് കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഫ്ലോട്ട് നമ്പേഴ്സിനെ ചെയ്ത് നോക്കാം. x = 3.4. അപ്പം ടൈപ്പ് എക്സിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് വാല്യൂ ആണ്. അപ്പം ഞാനിനി ഇതിനെ x = ഇൻറ്റു x എന്ന് കൊടുത്തു. പിന്നെ നോക്കൂ, ടൈപ്പ് ഓഫ് x = എന്തായിട്ടാണ് കാണിക്കുന്നത്, ഇൻറ്റ് വാല്യൂ ആയിട്ടാണ് കാണിക്കുന്നത്. അതാണ് ടൈപ്പ് കൺവേർഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഞാൻ നെക്സ്റ്റ് എക്സിൻ്റെ വാല്യൂ ഞാൻ പ്രിൻറ്റ് ചെയ്ത് നോക്കുന്നു. x = എന്തേ വന്നുള്ളൂ, 3 ഉള്ളൂ. 3.4 എന്നുള്ളതിന് 3 ആയിട്ട് മാറി. ദെൻ വീണ്ടും എനിക്ക് ഇതിനെ തിരിച്ച് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ x = ഫ്ലോട്ട് ഓഫ് x എന്ന് കൊടുത്താൽ x എന്ന് പറയുന്ന ഫ്ലോട്ട് വാല്യൂ ആയിട്ട് മാറി. ദെൻ നമ്മൾ എക്സിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3.0. ഏകദേശം കൺവേർഷൻ മനസ്സിലായില്ലേ. ഇതുപോലെ കോംപ്ലക്സിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പം കോംപ്ലക്സ് ഓഫ് 3 + 5j. അപ്പോൾ ഇത് കോംപ്ലക്സ് നമ്പറിലേക്ക് ഫോം ചെയ്തു. ഇത്രയാണ് ടൈപ്പ് കൺവേർഷനകത്തുള്ളത്. അതായത് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണേ ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഫ്ലോട്ട് യൂസ് ചെയ്യാം. ഇൻറ്റിനെ ഫ്ലോട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പോയിൻ്റ് കഴിഞ്ഞിട്ടൊരു പ്ലേസിലോട്ട് വാല്യൂ ഉണ്ടാവും. തിരിച്ച് ഫ്ലോട്ടിനെ ഇൻറ്റിലേക്ക് മാറ്റുമ്പം ഡെസിമൽ പോയിൻറ്റിന് ശേഷമുള്ള എല്ലാ വാല്യൂസും എന്ത് ചെയ്ത് പോയിട്ടുണ്ടാവും, ട്രങ്കേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പം അതേപോലെ x = 2 + 3.5 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് എക്സ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് എക്സ് ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫ്ലോട്ട് എന്നായിരിക്കും. കാരണം എക്സ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്, 3.5 എന്ന് പറയുന്നത് ഫ്ലോട്ടാണ്. അപ്പോൾ ഒരു ഇൻറ്റീജറും ഫ്ലോട്ടും തമ്മിൽ ഒരു ഓപ്പറേഷൻ നടന്നപ്പോൾ എക്സിൻ്റെ ടൈപ്പ് എന്തായിട്ട് മാറി, ഫ്ലോട്ട് ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്, അതായത് നമുക്ക് ബൂളിയൻ കോൺസ്റ്റൻസ് നിങ്ങൾക്കറിയാം, ട്രൂ ഓർ ഫോൾസ്, 0 or 1, ഇതായിരുന്നു ബൂളിയൻ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ബൂളിയൻ കോൺസ്റ്റൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. അപ്പോൾ ബൂളിയൻ ഡാറ്റ ടൈപ്പിനകത്ത് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള 2 വാല്യൂസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, അതായത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ട്രൂ എന്ന് പറയുന്നതിൻ്റെ T ക്യാപിറ്റൽ ലെറ്ററാണ്,
ഫോഴ്സിൻ്റെ എഫ് ക്യാപിറ്റൽ ലെറ്ററാണ്. പിന്നെ ഒരു കീവേഡ് കൂടി ഉണ്ടായിരുന്നു നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിൽ വരുന്ന എന്തായിരുന്നു, നൺ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം നോക്കാം, ഇവിടെ ബൂളിയൻ വാല്യൂ ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ആൻസർ ഈക്വൽ ടു ട്രൂ. ആൻസർ നമുക്ക് ബൂളിയൻ വാല്യൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻസർ NSWR ഈക്വൽ ടു ട്രൂ. ഇവിടെ ട്രൂ എന്ന് പറയുന്നത് കീവേഡാണ്. ആ കീവേഡ് വാല്യൂവിനെ നമ്മൾ അസൈൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഓറഞ്ച് കളറിൽ കാണിക്കുന്നത്. ഓക്കെ, ദെൻ NSWR ആൻസർ. ആൻസറിൻ്റെ വാല്യൂ ട്രൂ എന്ന് കാണിച്ചു. ദെൻ ആൻസർ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ആൻസർ ടൈപ്പ് എന്ന് പറയുന്നത് ബൂളിയൻ ആണെന്ന് പറയും. ഇത് ഞാൻ മറ്റൊരു ഇതുകൂടി എടുക്കുകയാണ്. ആൻസർ ഈക്വൽ ടു സ്മോൾ ലെറ്ററിൽ ട്രൂ എന്ന് കൊടുത്ത് നോക്കാം. സ്മോൾ ലെറ്ററിൽ ട്രൂ കൊടുത്തപ്പോൾ എന്തോ കാണിക്കുന്ന എറർ കാണിച്ചു. കാരണം ഇവിടെ ബൂളിയൻ ആൾജിബ്രയിൽ ഹാൻഡിൽ ചെയ്യുന്നത് 2 കീവേഡ്സിനെയാണ്. അതായത് ട്രൂ ഓർ ഫോൾസ്, ഈ 2 വാല്യൂ ആണ് എന്തിനകത്തേക്ക് ബൂളിയൻ വേരിയബിളിനകത്തേക്ക് അസൈൻ ചെയ്യാവുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കോൺസ്റ്റൻറ്റ് വാല്യൂസ് തന്നെ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ എററായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ കാണിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്ക് ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നതെല്ലാം ഇൻറ്റെന്നും ഫ്ലോട്ടെന്നും STR എന്നൊക്കെ ആയിരുന്നില്ലേ, അതേപോലെ തന്നെ പുതിയൊരു ഡാറ്റ ടൈപ്പാണ് ബൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, അതിനകത്തേക്ക് 2 ടൈപ്പ് വാല്യൂസേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ട്രൂ ഓർ ഫോൾസ്. ഇൻറ്റീജർ ആണെങ്കിൽ, ഫ്ലോട്ട് ആണെങ്കിലും, കോംപ്ലക്സ് ആണെങ്കിലും നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് കോമ്പിനേഷൻ അതിനകത്തേക്ക്, അതായത് ആ ഒരു ടൈപ്പിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുണ്ടാവുമായിരുന്നു. ബൂളിയൻ ടൈപ്പിൽ നമുക്ക് 2 കോൺസ്റ്റൻറ്റ് വാല്യൂസ് മാത്രമാണ് ഉള്ളത്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. അതിൽ ഫസ്റ്റ് ലെറ്റർ T ആണ്, സെക്കൻഡ് അതുപോലെ ഫോൾസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ F ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ടോട്ടൽ 6 പ്ലസ് ബൂളിയൻ അടക്കം 7 ഡാറ്റ ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 7 ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ന്യൂമറിക് ഡാറ്റ ടൈപ്സ്, ദെൻ ബൂളിയൻ ഡാറ്റ ടൈപ്പ്, ലിസ്റ്റ്, ട്യൂപ്പിൾ, ഡിക്ഷണറി, സെറ്റ്സ് അല്ലേ. ഇത്രയും ഡാറ്റ ടൈപ്സ് ആയിരുന്നു. സ്ട്രിങ്സ് 7th ഡാറ്റ ടൈപ്പ്. അപ്പോൾ ഇത്രയും ഡാറ്റ ടൈപ്സിനെ കുറിച്ചായിരുന്നു പറയാനുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ന്യൂമറിക് ആൻഡ് ബൂളിയൻ ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഇതെല്ലാം ന്യൂമറിക് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മെയിൻലി ഹാൻഡിൽ ഓൺ എന്താണ്, നമ്പേഴ്സാണ്. നമ്പേഴ്സിനെ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീജർ നമ്പേഴ്സ്, ഇൻറ്റീജർ വാല്യൂസ്, ദെൻ ഫ്ലോട്ട് വാല്യൂസ് ആൻഡ് കോംപ്ലക്സ് വാല്യൂസ്. ഇതിൽ ഇൻറ്റീജർ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ നമ്പേഴ്സാണ്. കോംപ്ലക്സ് ഫ്ലോട്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പം അതിനകത്ത് ഡെസിമൽ പോയിൻ്റ് കൂടി ഉണ്ടാവും. ഇൻറ്റീജർ ആൻഡ് ഫ്ലോട്ട് വാല്യൂസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് വാല്യൂസ് ആവാം നമുക്ക് യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻറ്റീജർ വാല്യൂവിന് നമ്മൾ പ്രത്യേകിച്ച് ഒരു സൈസ്, പെർട്ടിക്കുലർ സൈസ് പറയുന്നില്ല. നമുക്ക് എത്രത്തോളം വലിയ വാല്യൂസ് വേണമെങ്കിലും ലാർജ് സൈസിലുള്ള വാല്യൂ വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ഫ്ലോട്ടിനകത്താണെങ്കിൽ ഡെസിമൽ പോയിൻറ്റിന് ശേഷം 15 പ്ലേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 15 നമ്പേഴ്സ് ഡെസിമൽ പോയിൻറ്റിന് ശേഷം നമുക്ക് 15 നമ്പേഴ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആൻഡ് ഇമാജിനറി നമ്പർ, അതായത് റിയൽ പ്ലസ് ഇമാജിനറി എന്നുള്ള ഫോമാറ്റിൽ സ്റ്റോർ ചെയ്യുന്ന നമ്പേഴ്സിനാണ്, A+BI എന്ന ഫോമാറ്റിൽ സ്റ്റോർ ചെയ്യുന്ന നമ്പേഴ്സിനാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ബൂളിയൻ ആണ്. ബൂളിയൻ എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്, ന്യൂമറിക് ഡാറ്റ ടൈപ്പ്. ദെൻ സെക്കൻഡ് വൺ ബൂളിയൻ ഡാറ്റ ടൈപ്പ്. ബൂളിയൻ ഡാറ്റ ടൈപ്പിനകത്ത് നമ്മൾ മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് 2 വാല്യൂസിനെയാണ്, ട്രൂ ഓർ ഫോൾസ്. അതായത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കീവേഡ്സ്, അതായത് ബൂളിയൻ കോൺസ്റ്റൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ എന്ന് പറയുന്നത്. അപ്പം ബൂളിയൻ ഡാറ്റ ടൈപ്പിനകത്ത് മാക്സിമം അതിലെ വേരിയബിൾസിൻ്റെ മാക്സിമം വരാവുന്ന വാല്യൂസ് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. ദെൻ ഇതിൽ ട്രൂ ആൻഡ് ഫോൾസ് എന്ന് പറയുന്ന വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രൂ ഫോൾസ് എന്ന് പറയുന്ന 2 കീവേഡ്സ് ആണ്. അപ്പോൾ ഈ കീവേഡിൻ്റെ പ്രത്യേകത അതിൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, നമുക്ക് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.